ഹലോ അസ്സലാമു അലൈക്കും. നിങ്ങൾ നമ്മളെ വീഡിയോ കാണില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തിയാലോന്ന് ആലോചിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കാർക്കും നമ്മളെ ഇഷ്ടമല്ലല്ലോ. നമ്മളെ വീഡിയോ കുടുംബത്തേക്കും എല്ലായിടത്തേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി, മക്കളെ ഒന്ന് സഹകരിക്കൂ. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ തെണ്ടലാണ്. എന്താ പറയുക, വല്ലതും തരണേന്ന് പറഞ്ഞ് തെണ്ടൂലേ, ആ തെണ്ടലാണ് ഇപ്പോൾ ഈ തെണ്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങളെ കുടുംബത്തേക്കൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങളെ പെങ്ങന്മാരും ഭാര്യമാരും അനിയത്തിമാരും ജ്യേഷ്ഠത്തിമാരും എല്ലാവർക്കും കണ്ടൂടെ. ഈ ലേഡീസൊക്കെ ഈ നേരത്ത് ഫ്രീ ആയിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഓണാക്കി വെച്ചൂടെ പെണ്ണുങ്ങളെ? അല്ല, ഇവിടെ ലാമി വികൃതിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ കുടുംബത്തേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ചങ്ങായിമാരെ പെണ്ണുങ്ങളെ എല്ലാവരും ഒന്ന് സഹായിക്കൂ. ഇവിടെ ലാമി മണ്ണ് വാരി എറിയാണ്, അതുകൊണ്ട് കിടങ്ങാറിയിരിക്കണം. സത്യത്തിൽ ഒരു ലൈവ് ചെയ്യാൻ വേണ്ടി വന്നാട്ടോ. അപ്പോൾ ഒരു എന്തൊക്കെയോ ഒരു മൂഡ് ഓഫ്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് പിന്നെ ഇങ്ങനെ വ്യൂസൊക്കെ നോക്കിയപ്പോൾ വ്യൂസൊക്കെ കുറവാണല്ലോ റബ്ബേ, എന്താ അത് ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചു. ഇതാ വരുന്നുണ്ട് ഒരു ഭാഗത്ത്. എന്തേ തലമുട്ടിയോ? ഇതാ ഇവളിതാ ഒരു പണിയില്ലെങ്കിൽ ഇവള് തലയെങ്കിലും മുട്ടിയിട്ട് വരും. ഇവള് തലമുട്ടി വന്നതാണ്. അല്ല പിന്നെ കണ്ണീരൊക്കെ കഴുകി തലമുട്ടി വന്നതാണ് കുട്ടി. വാതിലിൽ തലയിടിച്ചത്രേ. അത് കരയാൻ വന്നതാണ്. പാവാണ് കുട്ടി അല്ലേ. ഒരു പണിയെടുക്കാനില്ലെങ്കിൽ ഞങ്ങൾ പോയി തല മുട്ടിച്ചിട്ടെങ്കിലും വരും. കാരണം റെസ്റ്റ് ഇല്ലാത്ത പണിയാണ് എൻ്റെ കുട്ടിക്ക്. അല്ലേ പോനാ അല്ലേ? മൂടില്ല. ഞങ്ങളെ സിറ്റ് ഔട്ടിൽ ചെരുപ്പുകൾ കിടക്കണ കിടത്തം കണ്ടോ? ലാത്തി ചാർജ് കഴിഞ്ഞ പോലെ. ഇത് ലാമി ചെയ്യണ പണികളാട്ടോ. ലാമി ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള പണികൾ ഇങ്ങനെ പരത്തി വൃത്തികേടാക്കി തരുന്ന പണികളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തു. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അതിന് ചില സാഹചര്യ തടസ്സം കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ടേ. അപ്പോൾ കണ്ടൻറ്റൊന്നുമില്ല. കണ്ടൻറ് ഉണ്ടെങ്കിലും ഇടാനുള്ളൊരു മൂഡില്ല. അതിനൊരു മൂഡ് വേണമല്ലോ. ഇവളെങ്ങോട്ടായി പോണത്? പടച്ചറപ്പേ, ഈ രാത്രി സമയങ്ങളിൽ ഞങ്ങളിങ്ങനെ ഇവിടെ വന്നിട്ട് ഒളിഞ്ഞു നോക്കും അങ്ങോട്ട്. ആ കടേൻ്റെ ആ ഭാഗത്തേക്ക് കേട്ടോ. അവിടെ ഒന്നുമില്ല. പക്ഷേ ഇവൾക്ക് ഇതൊരു രസമാണ്. ഇതുപോലെ ഒരു ദിവസം ഞാൻ ഈ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഇവളിവിടെ നിൽക്കും, പൊതുവേ നിൽക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ തൊട്ടടുത്ത ഈ ഗ്യാപ്പിൽ ഞാനുണ്ടാവും. ഇത്രയും ഡിസ്റ്റൻസ് ആയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് അപ്പോൾ ആ സൈഡിൽ നിന്ന് വരുന്നവരും ഈ സൈഡിൽ നിന്ന് വരുന്നവരും കുട്ടീനെ മാത്രമേ കാണുള്ളൂ. ഇവളങ്ങനെ കാണും. ഇവളിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവള് ഇങ്ങനെ കളിച്ച് അവസാനം കുഴങ്ങി. അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്നുക്കണം. പക്ഷേ ആ തൊട്ടടുത്തൊരു ഓട്ടോ അവിടെ വന്നിട്ട് നിന്നു. പക്ഷേ അവിടുന്ന് നേരെ രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും കുട്ടീനെ മാത്രമേ കാണുള്ളൂ. കാരണം ഈ ബാക്കിൽ ഇത്രയും ഒരു കുറച്ച് ഗ്യാപ്പിൽ നിൽക്കല്ലേ ഞാൻ. ഇത്രയും ഇങ്ങനെയല്ലേ നിൽക്കണത്. അപ്പോൾ ആരും കാണൂല. അപ്പോൾ ഈ ഒരു ഓട്ടോ വന്നിട്ട് കുട്ടീൻ്റെ അടുത്തര വന്ന് നിന്നു. പിന്നെ ഡ്രൈവറും ഉണ്ട്. പിന്നെ ബാക്കിൽ ഒരൊറ്റ ആൾ, ഒരു തടിച്ച ആൾ. അയാൾ ഇങ്ങോട്ട് ഇറങ്ങിയില്ല എന്നുള്ള അവസ്ഥയിലാണ് നിന്നത് കേട്ടോ. പക്ഷേ എന്താ പറയുക, എന്തെന്നറിയില്ല, എന്നോട് കണ്ടതും വണ്ടി പെട്ടെന്ന് അവിടെ എടുത്ത് മുന്നോട്ടോടെ പോയി. എന്താണെന്നറിയില്ല, എനിക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്തു. അപ്പോൾ എന്താ ഇപ്പോൾ ഈ നേരത്തെ ഈ കുട്ടി ഒറ്റക്ക് ഇവിടെ അവിടെ ബാക്കിലാരും ഉള്ളത് അവർ കാണാഞ്ഞിട്ടാണോ? അപ്പോൾ ഈ കുട്ടിക്ക് എന്താ ഇവിടെയെന്നോ എന്തോ ഒരു സുഖം തോന്നിയില്ല. അപ്പോൾ എല്ലാവരും മക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഇവിടെ പകൽ പോലും ഞങ്ങൾ ഇവിടെ മുറ്റത്ത് എവിടെയും നിർത്തൂല. ആരെങ്കിലും ഒരാൾ ഇവിടെ മുറ്റത്തുണ്ടെങ്കിലേ നിർത്തുള്ളൂ. പിന്നെ ഒരുപാട് ഇപ്പോൾ അവളിവിടെ ഉണ്ടെങ്കിൽ ഞാൻ ലൈവ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്ത് സംഭവിച്ചാൽ മോളെ ഇങ്ങോട്ട് വാ ഇതന്നെ ആയിരിക്കും എൻ്റെ വായിന്ന് കേൾക്കണത്. ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞാൻ ലാമി അങ്ങോട്ട് വാ, റോട്ടിക്ക് പോകല്ലേ, അവിടെ നിൽക്കല്ലേ, ഇവിടെ നിൽക്കല്ലേ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അവളെ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ എവിടെ എന്തൊരാവശ്യത്തിന് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയാലും എൻ്റെ കൂടെ അപ്പളേ ഇറങ്ങുള്ളൂ. അല്ലാതെ ഒറ്റയ്ക്ക് അവളെ സിറ്റ് ഔട്ടിക്ക് പോലും ഇറക്കൂല കേട്ടോ. എവിടെയും നിർത്തൂല. കാരണം അപകടങ്ങൾ എപ്പോഴാണ് നമുക്ക് വരണമെന്ന് പറയാൻ പറ്റില്ല. കുഞ്ഞു മക്കളല്ലേ, അവരൊക്കെ എടുത്ത് വണ്ടിക്ക് ഇടാനേ ഉള്ളൂ. പക്ഷേ എൻ്റെ ലൈവായിട്ട് ഞാനത് കണ്ടിട്ട് എനിക്ക് സത്യം പറയാൻ എൻ്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടില്ല. ചിലപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഈ കുട്ടി ഇവിടെ ഈ നേരത്തെ ഇവിടെ നിർത്തിയിട്ടുള്ളത് വിചാരിച്ച് നല്ല ആളുകളായിരിക്കും ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവുക. പക്ഷെ അതിനെ അവിടെ വണ്ടിയുടെ ചവിട്ടലും അയാളൊരു പകുതി കാല് പറഞ്ഞാൽ പറയും പകുതി ഇങ്ങോട്ട് ഇറങ്ങിയ പോലെ, അതായത് വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ പോലെ എന്തോ ഒരു പക്ഷേ നല്ലതായിരിക്കും അവിടെ കയറി പോയിക്കോ മോളെ, അങ്ങനെയും ചിലവർ പറയലുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ വണ്ടി ഓടിച്ചൊക്കെ പോണ ആളുകൾ എന്താ ഇവിടെ നിൽക്കണേ, അങ്ങോട്ട് അകത്തേക്ക് എന്ന് പറഞ്ഞ് പോണ ആളുകളുണ്ട് കേട്ടോ. പക്ഷേ ഇവളത് അന്ന് എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഫീൽ ചെയ്തു. കാരണം ഞാൻ ബാക്കിലുള്ളത് അവർ കണ്ടില്ല. പക്ഷെ നേരെ ഡയറക്റ്റ് വന്നിട്ട് മുന്നേ തന്നെ കൊണ്ടുവന്ന് നിർത്തിയപ്പോഴാണ് അവർ നേരെ നമ്മളെ കാണുള്ളൂ. ഇല്ലെങ്കിൽ കുട്ടീനെ മാത്രമേ രണ്ട് സൈഡിൽ നിന്ന് വണ്ടിക്കാരും അവരുടെ ഗേറ്റിൻ്റെ അവിടെ ഒരു കുട്ടി നിൽക്കണം, അത്രേ കാണുള്ളൂ. ബാക്കിൽ മുതിർന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് അവർ അറിയണമെങ്കിൽ ഇവിടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണം. അപ്പോൾ എന്തോ അയാൾ ഇറങ്ങാൻ നിന്നതായിരുന്നോ കുട്ടീനെ പിടിച്ചിടാൻ നിന്നതായിരുന്നോ ഒന്നും അറിയില്ല കേട്ടോ.
പല നാട്ടുകാരും പല ആളുകളും ഉണ്ടല്ലോ, അതിലേക്ക് അത് വലിച്ചിട്ട് കഴിഞ്ഞാൽ പലരും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പല അവസ്ഥയിലായിരിക്കുമല്ലോ ആളുകൾ, നോർമലൊന്നും ആവില്ല. അപ്പോൾ എത്ര നല്ലവരും ചിലപ്പോൾ പല ലെവലിലും ചിന്തിക്കുമല്ലോ. അപ്പോൾ അപകടങ്ങൾ നമ്മൾ സ്വയം വിളിച്ചു വരുത്തേണ്ട. മക്കളെ മുറ്റത്തേക്ക് ഇറക്കണ എല്ലാ ലേഡീസും ശ്രദ്ധിക്കുക. 2 മിനിറ്റിനല്ലേ 2 സെക്കൻഡിനല്ലേ അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. ഞങ്ങളാരെങ്കിലും ഞാനോ പിന്നെ ദിയമോള് വന്നാലൊക്കെ ഇവിടെ നിൽക്കലുണ്ട് കുട്ടികളെ കൊണ്ട്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും അവരെ പിന്നിലുണ്ടാവും, ഇത്രയും ഗ്യാപ്പിലുണ്ടാവും. പക്ഷേ അവിടുന്ന് 2 സൈഡിൽ നിന്ന് നോക്കണവർക്ക് ഞങ്ങളെ കാണൂല. അങ്ങനെ ചിലരുണ്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി മുറ്റത്തേക്കൊക്കെ ഇറങ്ങും. അപ്പോൾ മുറ്റത്ത് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിനോ അല്ലെങ്കിൽ കറി എടുക്കാനോ എന്തിനെങ്കിലുമൊക്കെ അകത്തേക്ക് പോകും. അപ്പോൾ 2 സെക്കൻഡ് അല്ലേ അല്ലെങ്കിൽ 2 മിനിറ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവരെന്ത് ചെയ്യും, കുട്ടികളെ അവിടെ തന്നെ നിർത്തിയിട്ട് അവിടെ ഓടിപ്പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് വിചാരിക്കും. അങ്ങനെ സംഭവിക്കുന്ന ആളുകൾക്ക് പിന്നെ കുട്ടികൾ തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ അവിടെ കുട്ടികളുണ്ടായിന്ന് വരില്ല. അങ്ങനത്തെ അവസ്ഥ ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു സംഭവം നമ്മളെ നാട്ടിൽ കോഴിക്കോട് ഏതോ ഭാഗത്ത് ഫാത്തിമ ഫിദ എന്ന് പറഞ്ഞൊരു കുട്ടി, ഫാത്തിമ ഫിദ എന്നാണോ അതോ ഫാത്തിമ ദിയ, ആ മോള് 1.5 വയസ്സായ കുട്ടിക്ക് ചായയും കടിയും കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പോയി ചായ എടുത്ത് വന്ന് തിരിച്ചു വന്നപ്പോൾ കുട്ടീനെ കാണാനില്ല. എന്താ സംഭവിച്ചതെന്ന് പോലും അറിയില്ല. ഇന്നും ആ കുട്ടീനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണവർ. നമുക്ക് നമ്മളെ മക്കൾ മരിച്ചു പോയാൽ അത്രയും സങ്കടമല്ല, പക്ഷേ നമ്മളെ കണ്ണുമുന്നിൽ മിസ്സായി പോയി എന്താ സംഭവിച്ചതെന്ന് പറയുമ്പോൾ അത് എന്നും തീരാത്തൊരു വേദനയാണ്. അപ്പോൾ മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എനിക്കന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എന്തായാലും അതൊരു നല്ലൊരു സൂചനയായിട്ട് തോന്നിയില്ല. കാരണം പലരും ഇതിലങ്ങനെ പാസ് ചെയ്തതുപോലെ വണ്ടി പോയി അകത്ത് പോടി അങ്ങോട്ട് പോടി പോകാമെന്ന് പറഞ്ഞിട്ടൊക്കെ ആളുകൾ വച്ചിട്ടൊക്കെ പറയാറുണ്ട്. അങ്ങോട്ട് മോളെ അങ്ങോട്ട് എന്നൊക്കെ പറയും. ചിലർ ടാറ്റ കൊടുത്തിട്ട് ഇങ്ങനെ വണ്ടിയൊക്കെ ബസ്സൊക്കെ പോകുമ്പോൾ ബസ്സുകാർ ടാറ്റ കൊടുക്കുകയൊക്കെ ചെയ്യും. ഇവിടെ നിൽക്കുള്ളൂ കേട്ടോ ആൾ. പക്ഷേ എന്താ പറയുക, അങ്ങനെ സംഭവം ഉണ്ടായി എനിക്കെന്ന് പറയാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കുറേ ആളുകൾ എല്ലാവരും ഞാൻ പിന്നെ ഇവിടെ നടന്ന് ഫുഡ് കൊടുക്കുന്ന പരിപാടി എനിക്കില്ല കേട്ടോ. ഞാനൊരു മേശ കസേരയിൽ എവിടെയെങ്കിലും ഇരുത്തിയിട്ടാണ് ഞാൻ ഫുഡ് കൊടുക്കുക. അവൾക്ക് അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ അങ്ങനെ ശീലിപ്പിച്ചത്. നമ്മൾ നടന്ന് ഇങ്ങനെ 6 മാസം പ്രായമാകുമ്പോഴേ നമ്മളൊക്കത്തെ എളിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുനടന്ന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞാൽ മക്കൾ പിന്നെ അത് ശീലിക്കും. ഒരു ഭാഗത്ത് ഇരുത്തിയാണ്ട് ചെറുപ്പം മുതലേ അങ്ങനെ ശീലിപ്പിച്ചാൽ അങ്ങനെ ശീലിക്കും അവർ. അപ്പോൾ കൊണ്ടുനടന്ന് കൊടുക്കുന്ന പരിപാടി ഇവിടെ അല്ല. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ ചെടി നനക്കാനോ മുറ്റടിച്ച് വരാനോ മുറ്റത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അവളെയും കൊണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് അകത്തേക്ക് പോകണം തോന്നിയാൽ ഞാൻ അവളെയും കൊണ്ടേ പോകുള്ളൂ. അല്ലാതെ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകില്ല. അത് 2 സെക്കൻഡിന് പോലും പോകാറില്ല കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ പോണം. സംഭവം ഇവൾക്കിവിടുന്ന് പോരാൻ തോന്നാത്ത തീരാ വെളിച്ചത്ത് കുട്ടികൾ ഇറങ്ങിയ പോലെ എന്നൊരു ചൊല്ലുണ്ടല്ലോ. എന്നാൽ പോലെ ഇവിടെ ഈ വെളിച്ചത്ത് ഇങ്ങനെ നോക്കണം. പകൽ ഇത്രക്കും നോക്കി നിൽക്കൂല. ഈ നേരമായി കഴിഞ്ഞാൽ ഞാൻ എന്തിനേലും ഒന്ന് സിറ്റൗട്ട് ഞാനെന്താണെന്നറിയാം, എൻ്റെ നിസ്കാര ഒത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം സ്ഥലത്തൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് ചൊല്ലണ സാധനം കൊണ്ട് സിറ്റൗട്ടിൽ വന്നിരിക്കും. അപ്പോൾ അവൾ ഇറങ്ങണതാട്ടോ കുറച്ച് സമയം. അപ്പോൾ ഇവിടെ നോക്കിയിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ അവിടെ തിണ്ടത്ത് ഇരിക്കണ ഞാൻ അവിടെ നിന്ന് എണീറ്റ് ഇങ്ങോട്ട് വരും. കാരണം എന്നാൽ നമ്മളായിട്ട് കാണൂല, എന്നാൽ അവളെ നോക്കാനോ പോലെ ചിലപ്പോൾ ഇനി വണ്ടികളോ എന്തെങ്കിലുമൊക്കെ വരുമോ എന്നുള്ള പേടിയോണ്ടാണ്. പക്ഷേ വണ്ടികൾ മാത്രമല്ല മറ്റുള്ളതും പേടിക്കണം എന്നുള്ളത് എനിക്ക് മിനിഞ്ഞാന്നോടുകൂടി ഒന്നുകൂടി. അല്ലെങ്കിൽ അറിയാം കേട്ടോ കുട്ടികളെ ഞാനെന്നല്ല എൻ്റെ വീട്ടുകാർക്ക് പ്രത്യേകിച്ചൊരു ഇതാട്ടോ, ഭയങ്കര പേടിയാണ്. വിളിക്കണവരും പറയണവർക്ക് കുട്ടീനെ ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ടുവരരുത്, റോഡാണ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇന്നലെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ കൂടി. നിർത്തലില്ല, ഒരു 5 മിനിറ്റ് പോയിട്ട് 2 മിനിറ്റ്. പിന്നെ അതുപോലെ ഇപ്പോൾ മോനോ മിത്തോ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ദിയമോള് വന്നാൽ 2 മക്കളെയും കൊണ്ടോളൂ ഇവിടെ വന്നാലും ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ആ പ്ലെയിൻ വിമാനം പോയി അല്ലേ? കണ്ടോ, ഇഷ്ടപ്പെട്ടോ? ആ വിമാനം പോകണ്ട അതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ. അപ്പോൾ അതും നോക്കുന്നുണ്ടല്ലേ. അപ്പോൾ ആരെങ്കിലുമൊക്കെ കുട്ടികളപ്പം ഇനിയിപ്പോൾ അൻവർക്ക് തന്നെ കുട്ടികളെ അതെന്താ നക്ഷത്രം സ്റ്റാർ കണ്ടോ അവിടെ അമ്പിളിമാമയൊക്കെ ഉണ്ടായി പോയത്. അപ്പോൾ എന്താ പറയുക, ഞാനേ കുട്ടികളെ കൊണ്ട് ദിയമോൾ നിൽക്കണമെങ്കിൽ ഞാൻ അടുക്കളയിൽ നിന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും നോക്കിട്ടോ. കാരണം അവൾ ഇങ്ങനെ മൊബൈലിൽ വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കാരം. അപ്പോൾ ചിലപ്പോൾ എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ പറയും മക്കളെ നോക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ അവരെ അടുത്ത് നിർത്തിയെന്ന് വിചാരിച്ചിട്ട് പോലെ ഉണ്ടല്ലോ മറ്റവർ നോക്കിക്കോളൂ അങ്ങനെയൊന്നും ഞാൻ കരുതൂല കേട്ടോ. കാരണം നമ്മൾ അമ്മമാർ നോക്കേണ്ടത് നമ്മളമ്മമാരെ ശ്രദ്ധയിൽ തന്നെ വേണം. നമ്മൾ ബാപ്പുണ്ടല്ലോ അച്ഛനുണ്ടല്ലോ അമ്മ ഉണ്ടല്ലോ മറ്റോലുണ്ടല്ലോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. പെറ്റ തള്ളാരെന്നെ നോക്കണം. ആ നോക്കട്ടെ മറ്റാർക്കും ആ ശ്രദ്ധ കിട്ടൂല. ആരും കുട്ടികളെ കൊണ്ടായിട്ട് കൊല്ലുന്നല്ല പറയണത്. പക്ഷേ തള്ളാർ നോക്കേണ്ടത് അവരുടെ കണ്ണെപ്പോഴും മക്കളെ നേരെ വേണം. അവർ നോക്കണം അത്രയൊക്കെ ഇവിടെ ആരും നോക്കിയാലും എത്തൂല, ശ്രദ്ധ പോകൂല. തള്ളാർക്ക് എപ്പോഴും കുട്ടി എന്നുള്ള ആ ചിന്ത മാത്രമായിരിക്കും, ശ്രദ്ധ അവരത് എങ്ങോട്ടും പോകൂല. പക്ഷെ മറ്റുള്ളവർ മക്കളെടുത്തും കീപ്പെട്ടും മേപ്പെട്ടുള്ളവരത്തൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ 2 സെക്കൻഡിനെ
പിന്നെ അവരെ ശ്രദ്ധ മാറും. എനിക്ക് അനുഭവമുണ്ട്. ഒരു ദിവസം അൻവർഖാൻ്റെ കയ്യിൽ നിന്ന് തന്നെ കുട്ടിയൊന്ന് വീണു, എൻ്റെ കൈയൊക്കെ ഇതായാണ്. അപ്പോൾ എന്താ സംഭവം, ഒരു കോള് വരുമ്പോൾ ആ കോളുമ്മക്കാട് തിരിഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് ആ കോള് പോക്കറ്റിൽ നിന്ന് എടുത്ത് കുട്ടിനെ ഒരു ഇതാക്കിയതായിരുന്നു, കയറ്റി നിർത്തിയതായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതായിട്ടുള്ളൂ, അല്ലാതെ വീണോട്ടെ എഴുതിയിട്ടൊക്കെ ചെയ്യണതല്ല. അവരെ ശ്രദ്ധ മാറി 2 സെക്കൻഡിന്. പിന്നെ ആ വിഷമം മാറണില്ല മനസ്സിന്ന് പറയുന്നുണ്ട്. ഇത് സങ്കടം സഹിക്കാൻ പറ്റണില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സങ്കടം സഹിക്കാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ നിന്നാണല്ലോ എൻ്റെ മോള് വീണത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഫോൺ വന്നപ്പോൾ പോക്കറ്റിൽ നിന്ന് ഫോണോട് എടുത്തിട്ട് 2 മിനിറ്റ് അല്ല, എന്താ പറയുക, സെക്കൻഡുകളെ ഗ്യാപ്പിൽ കുട്ടി അപ്പോൾ അതിന് വീണുപോയി. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എപ്പോഴും കുട്ടികളെ ശ്രദ്ധിക്കുക. ആ കൈ പുറത്ത് നിൽക്കുക, നിങ്ങോട്ട് കയറിക്കാം. പിടിച്ചോണ്ടോ ഇന്നലെ വണ്ടിക്കാരൻ വന്ന് ഇവിടെ നിർത്തിയില്ലേ, അതെന്തിനാ? ഇവളെ വിചാരം ആരെങ്കിലും വിളിച്ചാൽ പോവുകയെന്ന് വിചാരിച്ചിരിക്കണം ഇവള് കേട്ടോ. പറഞ്ഞു കൊടുക്കണം, ആര് വിളിച്ചാലും പോകാൻ പാടില്ല, അങ്ങനെയൊക്കെ. വാ, അല്ലാഹു അവിടെ ഉണ്ടോ? ശരി, അവിടെ ആകാശത്തോ? ആകാശത്ത് അല്ലാഹു ഉണ്ട് അത്ര. അങ്ങനെ ഉണ്ടാവൂലേ? ശരി, അള്ളാഹുവിന്റെ വീടാണ് അത്ര ആകാശത്ത് 3 അല്ലേ ഹംപ്ലി മാമ? അപ്പം നമ്മളെ ചാനലൊന്നും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്ന് എന്താ പറയുക, കുറച്ച് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂട്ടിത്താ മനുഷ്യന്മാരെ. നിങ്ങളൊന്ന് സഹകരിക്കൂ. നിങ്ങളെയൊക്കെ എന്താണ് ഇങ്ങനെ നമ്മളെ വീഡിയോസൊന്നും നിങ്ങൾ ഓണാക്കി വെക്കണില്ല, നിങ്ങൾക്ക് മനസ്സിലായി. ഇത് ഈ ഇരുത്തായിരിക്കും ചില നേരത്ത്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവളെന്തെങ്കിലുമൊക്കെ നോക്കിയൊക്കെ ആയിരിക്കും, മേലെ എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കണതായിരിക്കും. പക്ഷേ കാണുന്നവർ വണ്ടി ഇവിടെ ഇങ്ങനെ ചെരിച്ച് നിർത്തും. അപ്പോൾ അന്ന് എല്ലാവരും ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. പക്ഷേ നമുക്കിത് കുട്ടീനെ കണ്ടപ്പോൾ അവർ വേറെ അവിടെ നിന്ന് നമ്മളെ കാണില്ലല്ലോ ബാക്കിൽ. അപ്പോൾ ഇങ്ങനെ കേട്ടോ ഇവിടെ നിർത്തിയപ്പോൾ പിന്നെ അപ്പോൾ ഇതിന് ഓളും ഇങ്ങനെ ലാമിയെന്ന് വിളിച്ചപ്പോഴേക്കും ഒറ്റ ഓട്ടം. പക്ഷെ അവർക്ക് മനസ്സിലായി എവിടെ വന്ന് നിർത്തിയാൽ. പിന്നെ ഇപ്പോൾ കുട്ടീനെ പിടിച്ച് വണ്ടിക്ക് ഇടാനുള്ള ചിന്തയിൽ വന്നതാണെങ്കിൽ പോലും അവർക്ക് മനസ്സിലായി ബാക്കിൽ ആളുണ്ട് എന്നുള്ളത് മനസ്സിലായതും അതേപോലെ പുറത്തേക്കിട്ട കാലം അകത്തേക്കാനിട്ടിട്ട് വണ്ടി പെട്ടെന്ന് എടുത്തിട്ട് പോയി. പിന്നെ എനിക്ക് 2 മിനിറ്റ് ഞാൻ ആകെ സ്റ്റക്കായി അവിടെ നിന്നു. എന്നിട്ടാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് ഗേറ്റിൻ്റെ അവിടെ ഓടി വന്നിട്ട് വണ്ടി പോയോ എന്താ അവസ്ഥ എന്നുള്ളതിൽ ഇങ്ങനെ നോക്കിയത് തന്നെ. കാരണം എന്തൊക്കെയോ ഒരു വല്ലാത്തൊരവസ്ഥയിൽ പോയി. പോണവരൊക്കെ ഇങ്ങനെ നോക്കുകയും ചെയ്യും, എന്താ ഇപ്പോൾ ഇരുട്ടത്ത് കുട്ടിയുടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇവിടെ ആളുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല. പക്ഷേ ഇരുട്ടൊന്നും അല്ല കേട്ടോ, നല്ല വെളിച്ചം തന്നെയാണ് ഇവിടെ നമ്മൾ വീട്ടിൽ വിളിച്ചുകൊണ്ട് പിന്നെ ഇത്രയും പബ്ലിക് ഏരിയയാണ്. പക്ഷേ അന്നാണെങ്കിൽ ഇങ്ങനെ കടൻ്റെ ഭാഗത്ത് കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നല്ലായിരുന്നു. കുറേ ആളുകൾ പണി കഴിഞ്ഞ് പോണ ആളുകൾ കടൻ്റെ അവിടെ നിർത്തിയിട്ട് കുറേ ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്. അതും ഇവർ ഈ സൈഡിൽ നിന്നാണ് വരുന്നത്. വണ്ടി ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴേ ഈ സൈഡിൽ നിന്ന് വരുന്നവർക്ക് തീരെ കാണൂലേ. അന്ന് വണ്ടി വന്നത് ഈ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കുട്ടി ഇവിടെ നിൽക്കുന്നവർക്ക് കാണുമല്ലോ. അപ്പോൾ അവർ ജസ്റ്റ് അവിടെ വന്ന് നിർത്തിയതാണ്. ജസ്റ്റ് ഒന്ന് ചവിട്ടി ഒക്കെ വണ്ടി പോയിക്കൊണ്ടേ ഇരിക്കണവരിങ്ങനെ നോക്കി പോകുന്നതുപോലെ. പക്ഷേ അങ്ങനെയല്ല, അത് അവിടെ നിർത്തി വണ്ടി. പക്ഷേ ബാക്കിക്ക് നേരെ ഡയറക്റ്റ് എന്നെ കണ്ടതോടുകൂടി വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മക്കളെയൊക്കെ കുറച്ച് സമയത്തിന് പോലും മക്കളെ മുറ്റത്തൊന്നും ഇട്ട് പോകരുത്. സിറ്റ് ഔട്ടിൽ പോലും വാതിലടച്ച് അകത്താക്കി. ഇനി കരഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കരഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. ചില കുട്ടികൾ പിടിവാശിയാകുമ്പോൾ നമ്മളോട് നിന്ന് കൊടുക്കും. അങ്ങനെയൊന്നും ചെയ്യരുതേ. കരഞ്ഞോട്ടെ, അകത്തേക്കിട്ട് വാതിലടച്ചിട്ട് വേണം നമ്മൾ അടുക്കളയിൽ പോയി ഫുഡ് എടുത്ത് കൊണ്ടുവരാനൊക്കെ. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ നമ്മളെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഒന്ന് സെൻഡ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. സഹോദരങ്ങളെ എല്ലാവരും തമ്മിലൊന്ന് ഷെയർ ചെയ്ത് നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഓണാക്കി വെക്കുക. ഇനി കാണാൻ ഇഷ്ടമില്ലെങ്കിലും ഓണാക്കിയെങ്കിലും വെക്കുകയും. ഓക്കെ, അപ്പോൾ ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. ഇൻഷാ അല്ലാഹ് പിന്നെ വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.